അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഓരോ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞ് അത് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ്സ് ഇടണം, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ നമ്മളെ പറഞ്ഞു നിർത്തിയത് ഉലൂചി അർജുനനോട് പ്രണയാഭ്യർത്ഥന നടത്തിയ കാര്യമാണ്. അപ്പോ അർജുനൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം 12 വർഷം ബ്രഹ്മചര്യ നിഷ്ഠയോടുകൂടി വനത്തിൽ സഞ്ചരിക്കാൻ വന്നതാണ്. അപ്പൊ ഒരിക്കലും നിന്നെ എനിക്ക് ഭാര്യയായി കാണാൻ കഴിയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ ഉലൂചി അതിന് പറഞ്ഞ മറുപടി, നിങ്ങൾ 5 പേരും പാഞ്ചാലിയെ ഭാര്യയായി വച്ചിരിക്കുന്നതിന്റെ ധർമ്മം, ഞാൻ അശരണയായവളാണ്, എനിക്കാരുമില്ല, അങ്ങനെ അനാഥയായ എനിക്കൊരു ജീവിതം തരുന്നതിൽ എന്താണ് തെറ്റ്? അപ്പൊ അത് ധർമ്മമല്ലേ, അതിൽ അധർമ്മമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ഉലൂചി പറയുകയും അർജുനൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഉലൂചിയുടെ കൂടെ വസിക്കുകയും ചെയ്തു. അങ്ങനെ ഉലൂചിയുടെ കൂടെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ച് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ഉലൂചി പറഞ്ഞു, അങ്ങക്ക് ഒരു ജന്തുക്കളിൽ നിന്നും അപകടം ഉണ്ടാകുകയില്ല എന്നൊരു വരം കൂടെ ഉലൂചി കൊടുത്തു. അവിടുന്ന് അദ്ദേഹം തിരിച്ചു വന്നു. ഹരിദ്വാറിലെത്തിയ അർജുനൻ നടന്ന സംഗതിയെല്ലാം നമ്മുടെ അനുചരന്മാരോടൊക്കെ പറഞ്ഞു. പിന്നീട് ഹിമാലയ താഴ്വരകളിലൂടെ സഞ്ചരിച്ച് അഗസ്ത്യവടം, വസിഷ്ഠപർവം, വസിഷ്ഠ ഭൃഗുതരംഗം തുടങ്ങിയ പുണ്യതീർത്ഥങ്ങളിലൊക്കെ സ്നാനം ചെയ്ത് പുണ്യാത്മാക്കളായ മഹർഷിമാരുടെ ദർശനം നേടിക്കൊണ്ട് പാർത്ഥൻ സഞ്ചരിച്ചു. യാത്രയിൽ അംഗം, വങ്കം, കലിംഗം തുടങ്ങിയ രാജ്യങ്ങളിലെ തീർത്ഥസ്ഥാനങ്ങളൊക്കെ സന്ദർശിച്ചു. ഒപ്പം ഉണ്ടായിരുന്ന ബ്രാഹ്മണർ കലിംഗ ദേശത്തിൽ വെച്ച് അതിർത്തിയിൽ വെച്ച് അർജുനനോട് വിട പറഞ്ഞു. അങ്ങനെ അവിടുന്ന് വീണ്ടും അർജുനൻ സഞ്ചരിച്ച് മഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന് സമുദ്രതീരത്തിലൂടെ സഞ്ചരിച്ച് പാർത്ഥൻ മണിപുരത്തെത്തി. അവിടെ മണിപുരത്തിലെ രാജാവ് ചിത്രവാഹനൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹത്തിന് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു, ചിത്രാംഗത. അപ്പോ ചിത്രാംഗതയ്ക്ക് അർജുനെ കണ്ടപ്പോ അദ്ദേഹത്തോട് പ്രണയമായി. അപ്പൊ ഞാൻ പാണ്ഡുപുത്രനായ അർജുനാണ്, എനിക്ക് ചിത്രാംഗതയെ വിവാഹം കഴിച്ചു തരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ചിത്രവാഹനൻ തൻ്റെ പൂർവികരിൽ പ്രജഞ്ജനൻ എന്നു പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം സന്താനമില്ലായ്മ കൊണ്ട് ഉഗ്രമായ തപസ് ചെയ്തിരുന്നു. മഹാദേവനെ തപസ്സിൽ പ്രസാദിപ്പിച്ച് അദ്ദേഹം നൽകിയ വരം അനുസരിച്ച് ഈ വംശത്തിൽ എല്ലാവർക്കും ഓരോ സന്താനങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഇവളെ ഞാൻ പുത്രനായിട്ടാണ് കരുതുന്നത്. അപ്പൊ ഇവൾക്ക് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ നീ ഇവിടെ ദത്ത് തന്നിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് അർജുനനോട് ആവശ്യപ്പെട്ടു. രാജാവിന്റെ വ്യവസ്ഥ അർജുനൻ അംഗീകരിച്ചു. വിധിപ്രകാരം വിവാഹം നടന്നു. ഒരു പുത്രൻ ജനിച്ചതോടെ രാജാവിനോട് വിട വാങ്ങി ചിത്രാംഗതനല്ല അർജുനൻ തീർത്ഥയാത്ര തുടർന്നു. അപ്പൊ കുട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുട്ടിയുടെ അമ്മയായ ചിത്രാംഗതയും അവിടെ തന്നെ ഉണ്ടാകണം എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടുന്ന് അദ്ദേഹം അഗസ്ത്യം, സമുദ്രം, പൗലോമം, കാരന്ധമം എന്നീ തീർത്ഥങ്ങളിൽ അർജുനൻ എത്തി. ആ പ്രദേശങ്ങളിലൂടെ ഋഷിമാർ പറഞ്ഞ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തിരുന്നില്ല. കാരണം അന്വേഷിച്ചപ്പോൾ മഹർഷിമാർ പറഞ്ഞ ആ തീർത്ഥത്തില് വലിയ മുതലകളുണ്ട്, അതുകൊണ്ട് മഹർഷിമാർക്ക് പോലും അവിടെ സ്നാനം ചെയ്യാൻ നിവർത്തിയില്ല, മുതലകളെ പിടിക്കും. അതുകൊണ്ട് അവരതിലിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോ അവര് മുതലകൾ വിഴുങ്ങുമെന്ന് പറഞ്ഞെങ്കിൽ അർജുനൻ അത് വകവയ്ക്കാതെ ആ സ്നാനങ്ങളിൽ ഇറങ്ങി കുളിച്ചപ്പോ അദ്ദേഹത്തിന്റെ വലത്തെ കാലിൽ പുടി കൂടിയ മുതലയെ അർജുനൻ കരയിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. അത് കരയിലേക്ക് വലിച്ചു കൊണ്ടുവന്നപ്പോൾ ആ ഒരു വിചിത്ര സംഭവം ഉണ്ടായ. മുതല ഒരു അപ്സര സ്ത്രീയായി മാറി. അപ്പം അർജുനൻ ചോദിച്ചവളോട്, അപ്പൊ അവള് പറഞ്ഞു, ഞാൻ കുബേരന്റെ പ്രേയസി വർഗ എന്ന പേരായ അപ്സരസാണ്. ഒരിക്കൽ ഞാൻ 4 സഖിമാരോടുകൂടി കുബേരന്റെ അടുക്കലേക്ക് പോവുകയായിരുന്നു. വഴിക്ക് വെച്ചൊരു താപസന്റെ തപസ് മുടക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ തപസ് മുടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ക്രോധത്തോടെ ഞങ്ങളെ ശപിച്ചു, നിങ്ങൾ 100 വർഷം മുതലകളായി വെള്ളത്തിൽ കിടക്കട്ടെ എന്ന്. അങ്ങനെ ആ
100 വർഷമായിട്ട് ഞങ്ങൾ വെള്ളത്തിൽ കിടക്കുകയാണ്. പക്ഷെ ശാപമോക്ഷം ഞങ്ങൾക്ക് തന്നത് നാരദരാണ്. അദ്ദേഹം പറഞ്ഞു, പാണ്ഡുപുത്രനായ അർജുനൻ ഈ വഴി സഞ്ചരിക്കും, അപ്പൊ നിങ്ങൾക്ക് മോചനം ലഭിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങ് എൻ്റെ സഖിമാരെയും ഈ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഉലൂകി നൽകിയ വരം കൊണ്ട് അർജുനനെ ഈ ജീവികളെ ഒന്നും കടിക്കില്ല, കടിച്ചാലും അദ്ദേഹത്തിന് ഏക്കില്ല, അവരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകില്ല. അങ്ങനെ പാർത്ഥന്റെ പരിശ്രമം കൊണ്ട് ആ തീർത്ഥങ്ങളെല്ലാം താപസന്മാർക്ക് സ്നാനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. അവിടെ നടന്ന മടങ്ങിയ മണിപുരത്തിൽ വീണ്ടും വന്നപ്പോഴത്തേക്ക് ചിത്രാംഗതയ്ക്ക് ഒരു പുത്രൻ ഉണ്ടായല്ലോ. ആ മകന്റെ പേര് ഭ്രഭുവാഹനൻ എന്നായിരുന്നു. ആ അർജുനൻ ചിത്രവാഹനന് മകനെ നൽകിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ രാജസൂയ യജ്ഞം നടത്തും ഇന്ദ്രപ്രസ്ഥത്തിൽ, അപ്പോ മകനെയും കൂട്ടി ചിത്രാംഗത വരണമെന്നും അദ്ദേഹം പറഞ്ഞിട്ട് തിരിച്ചുപോയി. അത് കഴിഞ്ഞ പടഞ്ഞാറൻ കടൽ തീരത്തിലുള്ള തീർത്ഥങ്ങളിലൂടെ അർജുനൻ പ്രഭാസ തീർത്ഥത്തിലെത്തി. ഇതറിഞ്ഞ ശ്രീകൃഷ്ണൻ അവിടെ ചെന്നു. അവർ രണ്ടുപേരും തമ്മിൽ ആലിംഗനം ചെയ്തു. എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് ഇരുവരും രൈവതകം എന്ന പർവ്വതത്തിലേക്ക് പോയി. ശ്രീകൃഷ്ണന്റെ സേവകർ അർജുനെ വാസത്തിന് വേണ്ടുന്നതെല്ലാം ഒരുക്കിയിരുന്നു. രാജോചിതമായ ആർഭാടത്തോടെ ശ്രീകൃഷ്ണൻ അവിടെ അർജുനനെ സ്വീകരിച്ചു. അവിടെ നിന്ന് തേരിലേറി രണ്ടുപേരും കൂടെ ദ്വാരകയിലേക്ക് പോയി. അർജുനെ സ്വീകരിക്കാൻ നഗരം മുഴുവൻ അലങ്കരിച്ചിരുന്നു. യാദവർ അത്യന്ത സന്തോഷത്തോടെ സ്വീകരണ ചടങ്ങുകളിൽ പങ്കെടുത്തു. ദ്വാരകയിൽ ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിൽ തന്നെ ഭഗവാനോടൊപ്പം അർജുനൻ താമസിക്കുകയും ചെയ്തു. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് രൈവതക പർവ്വതത്തിൽ ഒരു വലിയ ഉത്സവം നടന്നു. ആ ഉത്സവം കാണാനായിട്ട് യാദവന്മാരുടെ കുട്ടികളെല്ലാവരും അണിഞ്ഞൊരുങ്ങി അവിടെ എത്തി. അതില് കാണാൻ വന്നവരിൽ അക്രൂരൻ, സാരണൻ, ബഭ്രു, വിതുരരഥൻ, പൃഥു, വിപ്രഥു, നിശാൽ, ചാതുദേഷണൻ, സാത്യകൻ, ബലരാമൻ, സാത്യകി, ഹാർദിക്യൻ തുടങ്ങിയ പ്രധാന യാദവരെല്ലാം പത്നി സമേതന്മാരായി ഉത്സവത്തിന് വന്നിരുന്നു. നൃത്തവും വാദ്യാഘോഷവും എല്ലാം കേട്ട് ജനാവലി ആഹ്ലാദിച്ചു. ശ്രീകൃഷ്ണൻ അർജുനനോടൊപ്പം ആൾക്കൂട്ടത്തിലൂടെ ചുറ്റി നടക്കവേ കൃഷ്ണ സഹോദരിയായ സുഭദ്രയെ അർജുനന്റെ കണ്ണിൽപ്പെട്ടു. ആ രൂപസൗമാര്യത്തിൽ മുഴുകിപ്പോയ പാർത്ഥൻ കണ്ണിമ വയ്ക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. പാർത്ഥന്റെ ഉള്ളറിഞ്ഞ ഭഗവാൻ പറഞ്ഞു, ക്ഷത്രിയന്മാരുടെ ഇടയിൽ സ്വയംവരമാണ് സാധാരണ നടക്കുന്നത്. ഒരു സ്വയംവരം നടത്തിയാൽ സുഭദ്ര നിന്നെ വരിക്കുമോ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ക്ഷത്രിയൻ ബലാത്കാരമായിട്ട് അവരിഷ്ടപ്പെട്ട പെൺകുട്ടിയെ തേരിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ് പതിവ്. അപ്പോ അങ്ങനെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ ക്ഷത്രിയർക്ക്. അപ്പൊ കൃഷ്ണാർജുനന്മാര് ഇതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ അർജുനൻ യുധിഷ്ഠിരന്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചു. അപ്പൊ യുധിഷ്ഠിരൻ അത് സമ്മതിച്ചു. അതനുസരിച്ച് ഒരു ദിവസം രൈവതക പർവ്വതത്തിൽ ദേവപൂജ നടത്തിയിട്ട് തിരിച്ചു പോയ സുഭദ്രയെ അവിടെ പ്രദക്ഷിണം വെച്ചോണ്ടിരുന്നു. ആ സുഭദ്രയെ ബലാത്കാരമായിട്ട് തേരിലിരുത്തി സ്വന്തം നഗരത്തിലേക്ക് അവളെ കൊണ്ടുപോയി. രാജ്യസഭയിൽ ഓടിയെത്തി വിവരം അറിയിച്ചു സഭാനാഥൻ. അപ്പോ അങ്ങനെ യുധിഷ്ഠിരന്റെ അടുത്തേക്ക് ഹസ്തിനപുരത്തിലേക്ക് അർജുനൻ സുഭദ്രയെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് യാദവരെല്ലാവരും ആകപ്പാടെ വിഷമിച്ചു. അവരൊക്കെ വലിയ കോപാകുലരായിട്ട് ഓടി സഭാമണ്ഡലത്തിൽ വന്നു ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക്. വന്നിട്ട് എന്ത് പറഞ്ഞെന്ന് അറിയാവോ? നമുക്ക് യുദ്ധം നടത്തണം. ഭോജരും വൃഷണി അന്ധകരും എല്ലാം സ്വന്തം ജോലികൾ ഇട്ടെറിഞ്ഞിട്ട് സുഭദ്രയെ തട്ടിക്കൊണ്ടു പോയതിനെതിരെ യുദ്ധം ചെയ്യണമെന്നുള്ള ആഹ്വാനവുമായി സഭാമണ്ഡലത്തിലേക്ക് എത്തി. അവിടെ വന്നപ്പോ ബലരാമൻ പറഞ്ഞു, ശ്രീകൃഷ്ണന്റെ അഭിപ്രായം അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ അഭിപ്രായം നമുക്ക് അറിയാം. അങ്ങനെ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നു.
അപ്പൊ ശ്രീകൃഷ്ണൻ എന്താ പറഞ്ഞതെന്നറിയാം. അപ്പൊ ശ്രീകൃഷ്ണനോട് ബലരാമൻ ചോദിച്ചു, നീ എന്താ മൂകനായിട്ടിരിക്കുന്നത്, നീ എന്താ ഒന്നും പറയാതിരിക്കുന്നത് എന്ന് ചോദിച്ചു. ബലരാമൻ പറഞ്ഞു, നല്ല വംശത്തിൽ പിറന്നവനോട് ബന്ധം വയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവൻ നമ്മളോട് ഒരു വാക്ക് പറയാൻ നമ്മുടെ തലയിൽ ചവിട്ടി താഴ്ത്തി നമ്മളെ അപമാനിച്ചിട്ട് സുഭദ്രയും കൊണ്ട് പോവുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ ബലരാമന്റെ ഈ ഭാഷണം കേട്ടപ്പോ അത് യാദവർക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ടു. പക്ഷേ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുനൻ നമ്മെ അപമാനിക്കുകയല്ല, ബഹുമാനിക്കുകയാണ് ചെയ്തത്. യദുവംശത്തിന്റെ മഹത്വത്തെ മാനിച്ച് അവൻ നമ്മുടെ സഹോദരിയെ തട്ടിക്കൊണ്ടുപോയത്. ഒരു സ്വയംവരം നടത്തിയാൽ സുഭദ്രയെ തനിക്ക് കിട്ടുമോ എന്ന് അവന് സംശയമുണ്ടായിരുന്നു. അപ്പം ക്ഷത്രിയ കുലത്തിൽ പിറന്നവന് അങ്ങനെ തട്ടിക്കൊണ്ടു പോകാനുള്ള അവകാശവും ഉണ്ട്. അതനുസരിച്ച് അദ്ദേഹം തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. നമുക്ക് അവരെ വിളിച്ച് സ്നേഹത്തോടു കൂടി അവരെ സ്വീകരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു. നമുക്ക് അവിടെ ചെന്ന് അവനെ കന്യാദാനം നടത്തി കൊടുക്കാൻ ജ്യേഷ്ഠ എന്ന് ശ്രീകൃഷ്ണൻ ബലരാമനോട് പറഞ്ഞു. അതനുസരിച്ച് അവരെല്ലാരും കൂടെ ഹസ്തിനപുരത്തിലേക്ക് പോയി. അർജുനെ ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വിവാഹം പൊടിപൂരമായിട്ട് നടത്തി. അത് കഴിഞ്ഞ് ഒരു വർഷക്കാലം അവർ ദ്വാരകയിൽ തന്നെ വസിച്ചു. പിന്നീട് പുഷ്പകര തീർത്ഥത്തിലേക്ക് പോയി. 12 വർഷം തികഞ്ഞപ്പോൾ അർജുനൻ സുഭദ്രയോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. അർജുനൻ ജ്യേഷ്ഠന്റെ പാദങ്ങളിൽ വിനയപൂർവ്വം നമസ്കരിച്ചു. ചുവന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ഗോപസ്ത്രീയുടെ വേഷത്തിൽ വന്ന സുഭദ്ര അന്തപുരത്തിലേക്ക് നടന്നു കുന്തിയുടെ പാദങ്ങളിൽ വണങ്ങിയ ശേഷം തന്റെ ജ്യേഷ്ഠത്തിയായ ദ്രൗപദിയുടെ പാദം തൊട്ട് വണങ്ങിയിട്ട് പറഞ്ഞു, ജ്യേഷ്ഠത്തി, ഞാൻ നിങ്ങളുടെ ദാസിയാണ്. ദ്രൗപദി അവളെ ആലിംഗനം ചെയ്തു. അർജുനൻ വന്നെത്തിയതോടെ കൊട്ടാരത്തിലും നഗരത്തിലും ഒക്കെ സന്തോഷമലതല്ലി. അർജുനൻ സുഭദ്രയോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയതറിഞ്ഞ ശ്രീകൃഷ്ണൻ ബലരാമനും യാദവന്മാരും എല്ലാരും കൂടെ തിരിച്ചു. ദുഷ്ടരൻ അവരെ സ്വീകരിക്കുന്ന ചുമതല നകുല സഹദേവന്മാർക്ക് നൽകി. നഗരമാകെ അലങ്കരിക്കപ്പെട്ടു. എങ്ങും സുഗന്ധം പരന്നു. കൊടിതോരണങ്ങൾ കാറ്റത്ത് ഉലഞ്ഞു. സ്വീകരണം മോടിയോടെ നടന്നു. രഥങ്ങൾ അസംഖ്യം, കറവപ്പശുക്കൾ, ആനകൾ, കുതിരകൾ, കോവൽ, കഴുതകൾ, ദാസികൾ, വസ്ത്രങ്ങൾ, കമ്പിളികൾ തുടങ്ങിയ വിശിഷ്ടമായ പലതും ശ്രീകൃഷ്ണൻ നവദമ്പതികൾക്ക് സമ്മാനിച്ചു. അനന്തരം ആനന്ദമയമായ കുറെ ദിവസം കഴിഞ്ഞ് യാദവരെല്ലാം തിരിച്ചുപോയി. ശ്രീകൃഷ്ണൻ തുടർന്നും കുറെ നാൾ ഇന്ദ്രപ്രസ്ഥത്തിൽ തങ്ങി. അക്കാലത്ത് സുഭദ്ര പ്രസവിച്ചു. കുഞ്ഞിന് അഭിമന്യു എന്ന് പേരിട്ടു. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി അഭിമന്യു വളർന്നു. വേദാധ്യയനത്തിന് ശേഷം ബാലൻ അർജുനനിൽ നിന്ന് തന്നെ ധനുർവേദം അഭ്യസിച്ചു. എന്താ ഈ ധനുർവേദം? അമ്പും വില്ലും പ്രയോഗിക്കുന്നതിനുള്ള വിദ്യയാണ് ധനുർവേദം. അപ്പൊ അതെല്ലാം പഠിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പല ഗുണങ്ങൾ ഒത്തിണങ്ങിയ അഭിമന്യുവിന്റെ അസ്ത്ര നൈപുണിയിൽ അർജുനൻ അഭിമാനിച്ചു. ഇനി അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.